രാജ്യത്തെ പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊന്നായ ജബൽ അക്ദറിൽ റോസാപ്പൂ വിളവെടുപ്പ് തുടങ്ങി. വിവിധ ഗ്രാമങ്ങളിലായി ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന റോസാപ്പൂക്കൾ സുന്ദര കാഴ്ചയാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുക. ഈ വിളവെടുപ്പ് സീസൺ അടുത്തറിയാനും മനസ്സിലാക്കാനുമായി സഞ്ചാരികളെ പൈതൃക ടൂറിസം മന്ത്രാലയം ക്ഷണിച്ചു. പെരുന്നാൾ അവധി കൂടി ആരംഭിച്ചതോടെ ഈ നയന മനോഹര കാഴ്ചകൾ തേടി സഞ്ചാരികളുടെ ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട്. മാർച്ച് മുതൽ ആരംഭിക്കുന്ന പൂക്കാലം ഏപ്രിലിലാണ് ഉയർന്ന ഉൽപാദനത്തിലെത്തുന്നത്. മെയ് ആദ്യത്തോടെ സീസൺ അവസാനിക്കുകയും ചെയ്യും. 7 ഏക്കറിലായി 5000-ൽ പരം പനിനീർ ചെടികൾ ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. പനിനീർ പൂക്കളുടെ തനിമയും ഗുണമേന്മയും ലഭിക്കാനായി രാവിലെയും വൈകുന്നേരവുമാണ് പനിനീർ പൂക്കൾ ശേഖരിക്കുന്നത്. രാവിലെ സൂര്യൻ ഉദിച്ചുയരുന്നതിന് മുൻപും വൈകുന്നേരം 4:30 മുതൽ 6 വരെയുമാണ് പൂക്കൾ ശേഖരിക്കുന്നത്. ജബൽ അക്ദറിലെ കർഷകർ പലരും പരമ്പരാഗതമായി പനിനീർ കൃഷി നടത്തിവരുന്നവരാണ്. വർഷങ്ങളിൽ ഈ കൃഷി നടത്തുന്നവരും പിതാക്കളിൽ നിന്നും പിതാമഹന്മാരിൽ നിന്നും കൃഷി പഠിച്ചവരും നിരവധിയാണ്. ചെറുതും വലുതുമായി തോട്ടങ്ങളിൽ നിന്ന് പൂക്കൾ ശേഖരിച്ച് ഫാക്ടറികളിൽ എത്തിക്കുന്നവരും നിരവധിയാണ്. പുതിയ തലമുറയിൽ ചിലർ പനിനീർ കൃഷി ടൂറിസത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നുണ്ട്. വിനോദസഞ്ചാരികളെ ദിവസങ്ങളോളം ഒപ്പം ചേർത്ത് പനിനീർ പൂ പറിക്കലും അനുബന്ധ കാര്യങ്ങളും ടൂറിസത്തിനായി ഉപയോഗിക്കുന്നവരാണിവർ. ചിലപ്പോൾ 7 ദിവസമോ 3 ആഴ്ചയോ ഒക്കെയായി തങ്ങി തോട്ടത്തിൽ പോയി പൂക്കൾ ശേഖരിക്കുന്നതിലും അനുബന്ധ കാര്യങ്ങളിലും ഭാഗമാക്കാവുന്ന പരിപാടിയാണിത്. പൂ പറിക്കുന്നതിന് പ്രത്യേക രീതിയുണ്ട്. നടുവിരലും തള്ളവിരലും ഉപയോഗിച്ചാണ് പൂക്കൾ പറിച്ചെടുക്കുന്നത്. ഏതായാലും ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന റോസ് വാട്ടർ അന്താരാഷ്ട്ര വിപണിയിലടക്കം ഏറെ ആവശ്യക്കാരുള്ളവയാണ്. പനിനീർ നട്ടുവളർത്തലും പൂക്കളിൽ റോസ് വാട്ടർ ഉൽപ്പാദിപ്പിക്കലുമൊക്കെ ജബൽ അക്ദറിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗമാണ്. അൽ ഐൻ, അൽ ഷുറൈജ, സൈഖ്, അൽ ഖാഷ എന്നീ ഗ്രാമങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പനിനീർ കൃഷി നടക്കുന്നത്. ഇവിടെ 7 ഏക്കറിൽ 5000-ൽ പരം പനിനീർ ചെടികളുണ്ട്. 1 ഏക്കറിൽ നിന്ന് 4000 ലിറ്റർ റോസ് വാട്ടർ ഉൽപ്പാദിപ്പിക്കാനാവും. മൊത്തം 28000 ലിറ്റർ റോസ് വാട്ടറാണ് ജബൽ അക്ദറിൽ ഒരു സീസണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. ഭക്ഷണത്തിനും പാനീയങ്ങൾക്കും സുഗന്ധദ്രവ്യമായി റോസ് വാട്ടർ ഉപയോഗിക്കുന്നു. കൂടാതെ അടുത്തിടെ ക്രീമുകളും സുഗന്ധദ്രവ്യ സോപ്പുകളും ഉൾപ്പെടെയുള്ള സൗന്ദര്യവർദ്ധക വ്യവസായത്തിലും ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, വിലായത്തിലെ താമസക്കാർ പറയുന്നതനുസരിച്ച് നീരെടുത്ത ശേഷമുള്ള റോസാപ്പൂക്കൾ സോപ്പ്, വളം നിർമ്മാണത്തിലും ഉപയോഗിക്കുന്നു. അതേസമയം ഗവർണറേറ്റിലെ ജബൽ അക്ദറിൽ റോസ് പൂ കൃഷി വ്യാപിപ്പിക്കാൻ കൃഷി, ഫിഷറീസ്, ജലവിഭവ മന്ത്രാലയം പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. റോസാപ്പൂ കൃഷിയുടെ അധിക മൂല്യം ഉയർത്തുന്ന പദ്ധതിക്കായി അഗ്രികൾച്ചറൽ ആൻഡ് ഫിഷറീസ് ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്ന് 1,50,000 റിയാലാണ് അനുവദിച്ചിട്ടുള്ളത്. 15 കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. പനിനീർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ മേഖലയിലും അനുബന്ധ വ്യവസായങ്ങളിലും 15 ഗുണഭോക്താക്കൾക്ക് പരിശീലനം നൽകാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ജബൽ അക്ദറിലെ റോസ് കൃഷിയെയും അനുബന്ധ വ്യവസായങ്ങളെയും കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുക, മേഖലയിലെ റോസാപ്പൂക്കളുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളിലെ ചില ചെറുകിട ഇടത്തരം സംരംഭങ്ങളുമായി സഹകരിച്ച് 5 ഏക്കറിൽ റോസാപ്പൂ കൃഷിയെ പിന്തുണയ്ക്കുക എന്നിവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്.